ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, സോ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് സൺഡേ എഡിഷൻ എടുക്കാം. ബിക്കോസ് ഇന്ന് സൺഡേ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം സമയം 1 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പം നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാമോ? അറിയത്തില്ല. സോ നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലും എടുക്കാം. സോ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് കുളിക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് ബ്രഞ്ച് കഴിക്കാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഭയങ്കര മഴയാണ്, ഭയങ്കര മഴക്കാറാണ്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര മഴയാണ്. ഇതിലിപ്പോൾ വല്ല സെറ്റായിട്ടൊന്നും കാണില്ല, കണ്ടു. പക്ഷെ നല്ല മഴക്കാറും കാറ്റൊക്കെ വരുന്നുണ്ട്. മിക്കവാറും അടുത്ത സൂപ്പർ മഴക്ക് ചാൻസ് ഉണ്ട്. ഒരു മഴ കഴിഞ്ഞേ ഉള്ളൂ. സോ മഴയൊക്കെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം ഗൈസ്. അയ്യോ, പറഞ്ഞ മഴ പെയ്ത് ഗൈസ്, കണ്ട പച്ചപ്പ്. അപ്പം ഞാൻ വിചാരിച്ച തലയിൽ എണ്ണ വരുത്താൻ. ഞാൻ ട്രൈപോഡ് ഇങ്ങോട്ട് എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ പിടിച്ച് അങ്ങനെ പിടിച്ചിട്ടേക്ക് വീഡിയോ എടുക്കണം. സോ ഇത് അമ്മ ഉണ്ടാക്കണ എണ്ണയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ പുരട്ടിയിട്ട് കാണാം. എന്നിട്ട് കുളിക്കണം. എന്തൊക്കെ പരിപാടിയുള്ള ഒരു ലൈക്ക് ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവും. യെസ്, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് കുളിക്കാനുള്ള പരിപാടികൾ സെറ്റാക്കാം. മഴ പെയ്യുന്നത് കണ്ടോ? നല്ല രസമില്ലേ? നല്ല ഏകദേശം നല്ല മഴ ആയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ മഴ കൊണ്ടെത്ര നാളായെന്നറിയോ? മര്യാദക്കൊരു മഴ ഇതുവരെ കൊണ്ടിട്ടില്ല. നമ്മൾ കുളിച്ചു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം അതിന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ കഴിക്കും. ഇതാണ് നമ്മുടെ ചപ്പാത്തി, നമുക്കത് കഴിക്കാം. ഇത് മിക്കവാറും ഫില്ലായാലും നമ്മൾ ചോറ് കൂട്ടി കഴിക്കുന്നതാണ്. ചപ്പാത്തി തീർന്നു പോയി. അപ്പം നമുക്ക് ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. സെറ്റായി. ഒരു ചമ്മന്തി കൂടി നല്ലതാണ്. പിന്നെ എനിക്ക് അടക്കാൻ മടിയാവും. വേണ്ട. അപ്പം നമ്മൾ കഴിച്ചു ഗൈസ്. എന്നാലും കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. എന്നാലും കഴിക്കാൻ വരികയാണ്. പിന്നെ നമുക്കിവിടെ ഉള്ളത് പഴമാണ് ഗൈസ്. പഴം എനിക്കിപ്പോൾ കഴിക്കാൻ മൂടില്ല. അപ്പം ഞാൻ ഇന്നലെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ആരെയും കൊണ്ട് പറയും നമുക്ക് ആ ബിസ്ക്കറ്റ് നോക്കാം. ആക്ച്വലി എൻ്റെ വീട്ടിൽ എന്ത് സാധനം വെച്ചാലും ഒരു ടൈം കഴിയുമ്പോഴേക്കും ആ ബിസ്ക്കറ്റ് എന്ത് കിണ്ടിയാണെങ്കിലും അതൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ട്. സോ ഇതുണ്ട്. സോ നമുക്ക് ഇത് പൊട്ടിച്ച് ഇത് കഴിക്കാം. ഇതെന്താണെന്ന് ഗസ് ചെയ്യുക. ബിക്കോസ് ഈ ബിസ്ക്കറ്റ് ഇതിന് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടം. ക്രീം ബിസ്ക്കറ്റ്. ഇത് ക്രീമല്ല. കന്നഡ എയർ ടൈറ്റല്ലാണോ? കൊടുക്കാം. ജസ്റ്റ് നമുക്ക് മുടി കഴിക്കാം. അതിനെനിക്ക് ജലദോഷം തുമ്മലൊക്കെ എല്ലാം മതി. ഓക്കെ, ബാലൻസ് 2 ബിസ്ക്കറ്റും കൂടെ ഉണ്ടായി കഴിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പൂച്ച വന്നിട്ടുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞ 2 ബിസ്ക്കറ്റ് എനിക്കറിയില്ല 2 ബിസ്ക്കറ്റ് ഉണ്ടെന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ 2 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ഒരെണ്ണം ഫുൾ തരാം, ഞാൻ ഒരെണ്ണം ഫുൾ എടുക്കുന്നത്. ഞാൻ തിന്നു. ഒരെണ്ണം കഴിച്ചുകൊണ്ടിരിക്കണം. കാണിച്ചു കേട്ടോ. അവരെന്നും കഴിച്ചോളും. ഇവിടെ പെയിൻറ്റ് വീണൊക്കെ എന്ത് കോലമാണ് ഈ വീടെന്നറിയും. അയ്യോ, ഇത് വർക്കേരിയ കേസ്. ഇമാരി ഇവിടെ ഇട്ടേ ഫുഡ് കൊടുക്കുള്ളൂ. കഴിച്ചോട്ടാ. അങ്ങനെ നമ്മളുടെ കുളി കഴിഞ്ഞു, കഴിക്കൽ കഴിഞ്ഞു, ബ്യൂട്ടിഫിക്കേഷൻ കഴിഞ്ഞു. അയ്യോ, എന്ത് ചെയ്യും? ബോറടിക്കണം. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കോളേജിലേക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ PGക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നോട്ട് ഉണ്ടാക്കണം, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ആരും സ്പൂൺ ഫീഡ് ചെയ്ത് തരത്തില്ല. പിന്നെ അവർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്താലായി, അത്രയേ ഉള്ളൂ. പിന്നെന്താ, ഡിഗ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ PGക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആകെ ഒരു സിലബസ് അവർക്ക് കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അയ്യോ,
അപ്പോൾ അങ്ങനെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തല്ലാത്തൊക്കെ എടുക്കണം, എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴെപ്പോഴും പോയി എടുക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കോളേജിലേക്കുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ സമയമില്ല. ഇനി ജൂലൈ എന്ന് പറയുമ്പോഴേക്കും നല്ല ടൈറ്റ് ആവും. നമുക്ക് പ്രൊജക്റ്റ് വൈവേ, നോട്ട് പ്രൊജക്റ്റ് വൈവേ, കോഴ്സ് വൈവേ ഉണ്ട്, പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇൻറ്റേർണൽസ്, ഓണം എല്ലാം കൂടി ആകുമ്പോഴേക്കും നമ്മൾ ടൈറ്റ് ആവും. എനിക്ക് തോന്നുന്നു ഇപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം നല്ലതായിരിക്കും. പിന്നെ കുറേ അസൈൻമെൻറ്റ്സിൻ്റെ ടോപ്പിക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം. സോ നമുക്ക് അതിലേക്ക് കിടക്കുക. ആക്ച്വലി ഞാൻ ഇപ്പോഴൊരു വീഡിയോ എടുത്തേക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ PGയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നല്ലതായിട്ട് ഇതിൽ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ. അതുകൊണ്ട് ഇവിടെ ട്രൈപോഡൊക്കെ സെറ്റാണ്. എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ട്രൈപോഡൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കാരണം ബുക്സും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ലായിരിക്കും. ഇത് കാണിച്ചുതരാം. ഇത് കാണാം, കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ഇരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതർവൈസ് നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് മടിയാവും, അതാണ് മെയിൻ കാര്യം. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം ഗായ്സ്. ഇവിടെ ഭയങ്കര മഴയാണ്, ആരെ ഞാൻ കണ്ടല്ലോ. ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഇടാം. കണ്ട, ഞാൻ ബ്രൗൺ നെയിൽ പോളിഷ് ഇട്ടു. ഇന്നാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ലൈറ്റ് വർക്കിംഗ് ആണെന്ന്, സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് തോന്നുന്നു. കണ്ടോ, എനിക്കത് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ കൊട്ടൂര് പോയപ്പോൾ അതെ ഈ സാധനം, ഇത് നമ്മൾ ഒന്നിന് ഇടണ സാധനം. ഞാൻ ബാക്കിൽ ഗൈസ് കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, ഇങ്ങനെ നടക്കുകയാണ്. കണ്ട, ഇതാണ് വരും അരിഹോടി. കണ്ട, ഇതാണ് ഗൈസ് നെയിൽ പോളിഷ് കുളവും. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അകത്തേക്ക് ഗായ്സ്. ഞാനിവിടെ അമ്മ മുമ്പ് വീടെത്തിക്കുള്ള സ്ഥലമാണ്. ഇവിടെ എന്തോ ഉണ്ടാക്കണ്ട്. അമ്മ വരുമ്പോഴേക്കും വീടുണ്ടാവില്ല, അടുക്കള ഉണ്ടാവില്ല. കണ്ട, ഒരു ഇച്ചിരി പരിപ്പ് വെക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ കുക്കർ. പിന്നെ ഇത്രയും എന്തോ അങ്ങനെ ഫുൾ ഗ്യാസ് കളയാനൊക്കെ ഉണ്ട് ഗായ്സ്. ഇതായിരിക്കണം ഒരനുസരണയിലൊന്നുമില്ല, നടക്കുകയാണ് ഇങ്ങനെ. പിന്നെയും ബോറടിച്ച് ഗൈസ്, ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ ഇവിടെ അതപ്പം അനു പറഞ്ഞു തന്ന ചപ്പാത്തിയും അനു പരിപ്പറി ഉണ്ടാക്കി തരാം. സോ നമുക്കത് തിന്നാൻ വെയിറ്റ് ചെയ്യാം. ഭയങ്കര ക്ഷീണം മട്ട്. സോ നമുക്ക് കുടയൊക്കെ എടുത്ത് കടയിൽ പോവാം ഗൈസ്. നമുക്ക് കടയിൽ പോയിട്ട് വരാം ഗൈസ്. കണ്ടോ, മഴക്കാറുണ്ട്. സോ വി ആർ ഹെഡിങ് ടു കട ഗൈസ്. നമുക്ക് കടയിൽ പോവാം ഗൈസ്. ഇതാണ് നമ്മുടെ കുഞ്ഞുൻ്റെ കട. വീടാണ് ബസ്സിൽ. കടയിൽ പോയി സാധനം മേടിക്കാം. ഇച്ചിരി നടക്കുമ്പോഴേക്കും ഞാൻ ഇപ്പം നാണയും ലാണക്കും. അയ്യോ കണ്ണാപ്പി. ഇതേ ഗൈസ് കണ്ണാപ്പി. കേട്ടോ, നമ്മളിപ്പോൾ ഈ സാധനങ്ങൾ മേടിച്ചു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. വേറെ ഒന്നുമല്ല, കാറോ എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും കൂടി പറ്റുണ്ടായില്ല, പിടിക്കാൻ പറ്റുണ്ടായില്ല. സോ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ റോട്ടിൽ കൂടെ കഴിച്ചിട്ട് വരുമായിരുന്നു. ആക്ച്വലി മെയിനായിട്ട് ഞാൻ കടയിൽ പോകണതിന് കാര്യം ഇത് പറഞ്ഞല്ലോ, അത് ഇതാണ് ഗൈസ്. ഇത് ഈ സാധനം ലോഞ്ച് ചെയ്ത് വർഷം മുതലേ ഞാൻ തിന്നാൻ തുടങ്ങിയതാണ്. ഇത് നല്ല ഇഷ്ടമായി. ബ്രൗണി സൂപ്പറാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രൗണാണ്. മറ്റേ ബ്രൗണി അല്ലെങ്കിലും ഏകദേശം ആ ടേസ്റ്റൊക്കെ കിട്ടും. ഗായ്സ് ഞാൻ ചായ വെച്ചേക്കണ്ട, ചായ കാണാൻ പറ്റുള്ളൂ. സോ നമ്മൾ ചായ വെച്ചു. അതിനവിടെ എഗ് റോസ്റ്റ് ചപ്പാത്തിയൊക്കെ സെറ്റ് ചെയ്യണമല്ലോ, നമുക്ക് കഴിക്കാം. ഷോ എനിക്കാണെങ്കിൽ മറ്റേ ക്യാമറ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിയുമ്പോൾ ഇങ്ങനെ പിടിക്കണം, പൈസ ഇട്ടിട്ടാണ് നമുക്ക് അതൊക്കെ മേടിക്കും. അത് നമുക്ക് നല്ലതായിട്ട് വീഡിയോ കുറച്ചും കൂടി ക്ലാരിറ്റിയിലെടുക്കാം. ചായ കുടിക്കണം ഗൈസ്. കണ്ടോ, ഞാൻ ഉണ്ടാക്കി ചായ. അത് ഇവിടെ ഈ പാണ്ട് ഇരിക്കണോ, പാണ്ടൂരി സില്ലി പാണ്ടു. അപ്പം അമ്മ വരും. അപ്പം നമുക്ക് അമ്മേനെ കാണിക്കാം. ഐസ് ദേ കണ്ട, എൻ്റെ പിള്ളേർ ഇരിക്കണണ്ട. ഇത് പാണ്ടു, അത് പാണ്ഡുവിൻ്റെ കൊച്ചാന്ന് തോന്നുന്നു. പാണ്ഡുവിൻ്റെ അതെ കൊച്ച.
പാണ്ഡ്യൻ്റെ കൊച്ച്. ആക്ച്വലി ഇവനുണ്ടല്ലോ, ഇവൻ്റെ കളറിലുള്ള വേറെ ഒരുത്തനുണ്ട്. അത് ഇവിടെ അങ്ങനെ ഉണ്ട്. ഞാൻ കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇടാം. അവനാണ് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത ഗൈസ്. അവനാണത്. ഇത് ഉണ്ടപ്പൻ, മറ്റേത് കോലപ്പൻ. കാരണം ഇത് ഉണ്ട ഉരുട്ടി പോലെ ഇരിക്കും, മറ്റേത് കോല് പോലെ ഇരിക്കും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബോഡി ഷെയ്മിങ്, ബട്ട് അവനെ കാണാൻ നല്ല രസമോ ഗൈസ്. നല്ല ഇങ്ങനെ ചുക്കുടി റൂളുമാണ്. ദാറ്റ്സ് വൈ വി നെയിംഡ്. അതേ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായില്ലടാ, ഓടി അങ്ങോട്ട് പോയി തോന്നുന്നു. ഓക്കെ, ദാറ്റ്സ് വൈ വി നെയിംഡ് ദം ലൈക്ക് ദാറ്റ്, ഉണ്ടപ്പൻ ആൻഡ് കോലപ്പൻ. ഓക്കെ, ഈ കോലപ്പനെ ഇപ്പോൾ ഓടി അങ്ങോട്ട് പോയി ഗൈസ്. അവിടെ എവിടെയോ ഉണ്ട്. അവനിപ്പോൾ ഈ റൂമിലേക്ക് എന്തോ ഓടി കയറിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണണം. ഞാൻ അടിച്ച് പറിക്കാതെ ഈറ്റുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഗൈസ് അമ്മ വന്നു. അവന് ടി വി ആണ് ഗൈസ്. വണ്ടേ അശ്ശി നോക്കട്ടെ, കണ്ണാപ്പി ചെയ്തോട്ട് നോക്കട്ടെ. ഉഗ്രൻ അസൽ കണ്ണാപ്പി. അയ്യോ, എപ്പോൾ വരും മമ്മി? ഇതേ അവിടെ എത്തി ഗൈസ്. ഇവിടെ എത്തിപ്പോൾ വരും ഗൈസ്. അച്ഛൻ ചായ കുടിക്കും. നമ്മുടെ പാണ്ഡു സുലു. ഹായ് പറ. ഗൈസ് സുലു ജോലി കഴിഞ്ഞ് വീട്ടിൽ അകത്ത് കയറി പോകുന്നു. ഗൈസ് ഇപ്പം സമയം 12:30 കഴിഞ്ഞു. ഞാൻ ഉറങ്ങും. സോ നമ്മുടെ വ്ലോഗ് ഇവിടെ തീരാണ്. ഹലോ. സോ ഞാൻ വിചാരിച്ചു ഈ വീഡിയോക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ടാകുന്നത്. ആക്ച്വലി ഞാൻ ഈ കൺക്ലൂഷൻ എടുക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്നത് CapCutലാണ്. പക്ഷേ CapCutൽ ഇപ്പോൾ സംതിങ് റോങ് വിത്ത് ദാറ്റ് ആപ്പ്. സോ ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ അത് റോ ആയിട്ടാണ് ഇടുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ വേറെ എനിക്ക് അറിയുന്ന ആപ്പുകളില്ല താനും. പിന്നെ ഞാൻ ക്യാൻവ യൂസ് ചെയ്യും ഫോർ സം ലൈക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ ലൈക്ക് ഫോൺസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അല്ലാണ്ട് ഞാൻ ആപ്സുകൾ വേറെ എനിക്ക് യൂസ് ചെയ്യാനോ ഇത് ആപ്പാന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റോ വീഡിയോ ആണ് ഇടാറ്. മാക്സിമം ഞാൻ നോക്കാം ലൈക്ക് വീഡിയോ ഇടാൻ, എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ. പിന്നെ ഐ ഹാവ് ഇനഫ് സ്പേസ് ഇൻ മൈ ഫോൺ. സോ ലൈക്ക് അതുകൊണ്ട് തന്നെ എനിക്കും നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റത്തില്ല. സോ അപ്പോൾ അതും കൂടി നിങ്ങളോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.